പാതിവില ടു വീലർ തട്ടിപ്പിന് ശേഷം അനന്തു കൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് കാർ ഓഫർ ചെയ്ത് തട്ടിപ്പ് നടത്താൻ. പാതിവിലയ്ക്ക് ഇലക്ട്രിക് കാർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താനായിരുന്നു സംഘത്തിന്റെ പദ്ധതി. ഇത് സംബന്ധിച്ച ആലോചനകൾ നടക്കുന്നതിനിടെയാണ് അനന്തു കൃഷ്ണൻ അറസ്റ്റിലാവുന്നത്. അനന്തുവിന്റെ ജീവനക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചിരുന്നതായി ഇയാളുടെ അയൽവാസിയും അഭിഭാഷകനുമായ എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് ആളുകൾ പകുതി വിലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനോടുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് കൂടുതൽ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെയും പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. പരാതികൾ പരിശോധിച്ച് മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഓരോ ദിവസവും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ അയൽവാസി പറയുന്നത് ഈ സ്കൂട്ടർ കഴിഞ്ഞ് EV വെഹിക്കിൾസിലേക്കായിരുന്നു, ഇലക്ട്രിക് വാഹനങ്ങളിലേക്കായിരുന്നു കണ്ണു നട്ടിരുന്നത്. അതായത് കൂടുതൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ്. ഈ അക്കൗണ്ടിലാണെങ്കിൽ പണമില്ല, ഈ പൈസ എവിടെ പോയെന്ന് അറിയണം, ആരൊക്കെ ഇതിൽ കുരുങ്ങിയിട്ടുണ്ടെന്ന് അറിയണം. അങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ളത് എത്രത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും? ശ്രീജ, ക്രൈംബ്രാഞ്ച് സംഘം സത്യത്തിൽ വലിയ വെല്ലുവിളിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇത് കേരളം മുഴുവനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്രൈംബ്രാഞ്ച് ഇതിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഇത്ര കണ്ട പരാതിക്കാരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സ്വഭാവമായിരിക്കില്ല പലപ്പോഴും ഉണ്ടാകുന്നത്. കുറച്ചുകൂടി അവർക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വരിക. പക്ഷേ ഇത് ആ രീതിയിലല്ല ഇപ്പോഴുള്ളത്. കാരണം ഇത് സംസ്ഥാനത്തെമ്പാടുമായിട്ട് പരാതി വരികയാണ്. എല്ലാ മേഖലകളിൽ നിന്ന് തന്നെ പരാതി വരുന്നു. പരാതിക്കാർ പല രീതിയിലുള്ളവരാണ്. അപ്പം പണം തട്ടിച്ച് അവർക്ക് നൽകിയ പണത്തിന് പകരം സ്കൂട്ടർ ലഭിക്കാത്തവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ ലഭിക്കാത്തവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ. ഇവരെയും അവരായിരുന്നു ഇതിൻ്റെ മധ്യവർത്തികളായി നിന്നത്. അവരെ കബളിപ്പിച്ചു എന്ന പരാതി അവർക്കുണ്ട്. ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്കെതിരെ മറ്റേ പണം നഷ്ടം അടച്ചവർ അവർ കൊടുത്ത പരാതികളുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരാതികളും കുറയുണ്ട്. ഇതിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ഈ പരാതിക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. ഇന്നലെ മാത്രം 480-ലധികം പരാതികൾ സംസ്ഥാനത്ത് ലഭിച്ചു. അപ്പോൾ പരാതികളുടെ എണ്ണം വളരെ വിപുലമാണ്. ഈ പരാതികൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് സമാന സ്വഭാവമുള്ളത് പലതും ഒരു പരാതിയായി മാറ്റിക്കൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി ആ രീതിയിലുള്ളതായിരുന്നു. ഏതാണ്ട് 34 കേസുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിരവധിയായ പരാതികൾ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ കേസ് എടുത്തിട്ടുള്ളതും ചെയ്യുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാരംഭ നടപടികളിലേക്കടക്കം കടക്കും. അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവരെല്ലാം തന്നെ മൊഴിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ പരാതിക്കാരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും ഇതിൻ്റെ ഒരു സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പരാതിക്കാരെ എന്താണ് കൃത്യമായ രീതിയിലുള്ള അവരുടെ വിശദീകരണം എന്നതടക്കം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് കേട്ട മൊഴിയെടുപ്പിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അനന്തകൃഷ്ണനെ അടക്കം ഇനി തുടർ നടപടികളുടെ ഭാഗമായിട്ട് കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. നിലവിൽ അയാൾക്ക് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടു. കാരണം കോടതി തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നത് വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ് എന്നതാണ്. അനന്തകൃഷ്ണൻ ബാധിച്ച സിവിൽ സ്വഭാവമുള്ള കേസാണെന്നാണ്. എന്നാൽ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വണ്ടൻമേട് പോലീസ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെയും തട്ടിപ്പ് നടന്നത് വിവിധ പോലീസ് സ്റ്റേഷനിലടക്കം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ അനന്തകൃഷ്ണൻ്റെ അയൽവാസിയായ അഡ്വക്കേറ്റ് രാജസിംഹൻ തന്നെ പറയുന്നത്. EV കാറുകളിലേക്ക് നീങ്ങാനായിരുന്നു അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നു. അത് കുറച്ചുകൂടി വിശാലമായ ഒരു മേഖല എന്ന രീതിയിൽ തന്നെയാണ്. കാരണം പൊതുവിൽ EV കാറുകളോടൊരു ആഭിമുഖ്യം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ മധ്യവർത്തിന് മുകളിലുള്ളവരെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് പദ്ധതി നടപ്പാക്കുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നതാണ് പറയുന്നത്. ഇതിൽ അനന്തകൃഷ്ണനും അതോടൊപ്പം തന്നെ ആനന്ദ് കുമാറിനുമെതിരെയാണ് കൂടുതലായിട്ടും പരാതികൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ പേരിൽ തന്നെയായിരിക്കും
കേസുകളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഒരു ഉറപ്പ് നൽകുകയും എല്ലാം ചെയ്തത് ആനന്ദ്കുമാറിലൂടെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇയാൾക്കുള്ളൊരു പങ്ക് എത്രത്തോളം ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസവും കൂടുതൽ പേർ പരാതിക്കാരായിട്ട് വരുന്നു. കൂടുതൽ പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള പലരും പല കോണുകളിൽ നിന്ന് തന്നെ ഒരു പരാതികളുമായിട്ടെല്ലാം തന്നെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ശ്രീജ. ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.